ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 69ാമത് ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത്. ശ്ലോകം ഒന്ന് വായിക്കാം. ശ്രുതി മുതലാം തുരകം തൊടുത്തൊരാത്മപ്രതിമയേഴും കരണപ്രവീണനാളും രതിരഥമേറിയ ഹന്ത രമ്യരൂപം പ്രതിപുറമേ പെരുമാറിടുന്ന ജഷം. ശ്രുതി മുതലാം തുരകം തൊടുത്തൊരു ആത്മപ്രതിമയേഴും കരണപ്രവീണനാളും രതിരഥമേറിയ അഹന്ത രമ്യരൂപം പ്രതി പുറമേ പെരുമാറിടുന്ന ജഷം. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ പൂട്ടിയ രഥത്തിൽ ആത്മബിംബം എഴുന്നള്ളുമ്പോൾ മനസ്സെന്ന സാരഥി രതിരഥത്തിൻ്റെ നിയന്ത്രണമേൽക്കും. അഹന്ത കമനീയ ദൃശ്യങ്ങളിൽ അഭിരമിക്കും. അങ്ങനെ പിന്നെയും പിന്നെയും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് ഇതിനെ ഒന്ന് വിശദമായി പഠിക്കാം. ശ്രുതി മുതലാം തുരകം, ശബ്ദം മുതലായ കുതിരകൾ. പഞ്ചേന്ദ്രിയങ്ങളുടെ വിഷയമാണ് ഗുരു ഇവിടെ പറയുന്നത്. ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ കുതിരയോട് ഉപമിച്ചു പറയുന്നു. ശബ്ദം, കാഴ്ച, രുചി, മണം, സ്പർശനം ഇവയെല്ലാം കുതിരയാണ്. 5 കുതിരയെ പൂട്ടിയ ഒരു രഥമാണ് മനുഷ്യ ശരീരം. ആത്മാവാണ് രഥത്തിലെ സഞ്ചാരിയായി ഉപമിക്കുന്നത്. രഥം മനസ്സായി ഉപമിക്കുന്നു. ആത്മപ്രതിമയേഴും കരണപ്രവീണനാളും. ആത്മബിംബം എഴുന്നള്ളുമ്പോൾ മനസ്സെന്ന സാരഥി രഥം വലിക്കുന്ന കുതിരകളെ ഇന്ദ്രിയങ്ങളായി ഗുരു ഉപമിക്കുന്നു. ശ്രുതി മുതലാം തുരകം തൊടുത്തൊരു ആത്മപ്രതിമയേഴും കരണപ്രവീണനാളും. ശബ്ദം മുതലായ കുതിരയെ പൂട്ടിയ രഥത്തിൽ സഞ്ചാരിയായ ആത്മാവ് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് കുതിരയെ പൂട്ടിയ രഥമായ മനസ്സാകുന്നു. ആത്മോപദേശ ശതകത്തിൽ 1ാമത്തെ ശ്ലോകത്തിൽ നാം പഠിച്ചിട്ടുണ്ട്, കണ്ണുകൾ 5ഉം ഉള്ളടക്കി. കണ്ണുകൾ 5ഉം എന്ന് പറഞ്ഞ കുതിരകൾ തന്നെ. കുതിരകളെ പൂട്ടുക, ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ പൂട്ടുക. അപ്പോൾ രഥമാകുന്ന മനസ്സ് എവിടെയും പോവില്ല. മനസ്സെങ്ങും സഞ്ചരിച്ചില്ലെങ്കിൽ ആത്മാവിനെ നമുക്ക് വ്യക്തമായി അറിയാം. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കുതിരയാകുന്ന ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ തോറും പരക്കം പായുന്നു. ഇവിടെ വിഷയത്തിന് ഒരു കുറവുമില്ല. പ്രപഞ്ചത്തിൽ ഇരകൾ, അതായത് വിഷയത്തിന് ഒരു കുറവുമില്ല. ഇവിടെ കണ്ണിന് കാഴ്ചയില്ലാതെ ഒരവസ്ഥയില്ല, കാതിന് കേൾക്കാനില്ലാതെ ഒരവസ്ഥയില്ല. അതുപോലെ നാവിനും മൂക്കിനും തൊലിക്കും രുചിയില്ലാതെ, മണമില്ലാതെ, സ്പർശിക്കാതെ ഒരവസ്ഥയില്ല. വിഷയങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. ഈ ധാരാളിത്തത്തിൽപ്പെട്ട് മനസ്സ് സങ്കീർണമാകുന്നു. ഇവിടെ 5 കുതിരകളെയും നിയന്ത്രിച്ച് പൂട്ടിയ രഥമാകുന്ന മനസ്സിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ മനസ്സിൻ്റെ സങ്കീർണത ആലോചിക്കൂ. ഇതാണ് ഈ ലോകത്തെ മനുഷ്യൻ്റെ അവസ്ഥ, മനുഷ്യൻ്റെ പ്രാരാബ്ധം. മനുഷ്യന് അവൻ്റെ പ്രയാസങ്ങൾ ഒഴിഞ്ഞ നേരമില്ല. മറ്റൊരാളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ സാധ്യമാകുന്നുമില്ല. പ്രാരാബ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കമ്പിളി പുതപ്പ് പിടിച്ചൊരു കഥയുണ്ട്. അതായത് ഈ നദിക്കരയിൽ ജീവിക്കുന്ന വളരെ പട്ടിണിയായ ഒരു കുടുംബം, അതിൽ അച്ഛനും അമ്മയും 3 മക്കളുമുള്ള കുടുംബം. തൻ്റെ ഒരു കുട്ടിക്ക് പനി വന്ന് വിറക്കുകയാണ്. ആ അമ്മക്ക് ആ കുട്ടിയെ പുതപ്പിക്കാൻ ഒരു പുതപ്പോ ഒരു കമ്പിളി കഷ്ണമോ ആ വീട്ടിലില്ല. തൻ്റെ ശരീരത്തിൻ്റെ ചൂട് കൊടുത്ത് തൻ്റെ സാരി തലപ്പ് കൊണ്ട്, താൻ ചുറ്റിയ തുണിയുടെ തലപ്പ് കൊണ്ട് അതിനെ മൂടി പുതച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് നദിയിലെ കൂടി ഒരു കമ്പിളി പുതപ്പിൻ്റെ ഒരു കെട്ട് ഭാണ്ഡം ഒഴുകുന്നത് കണ്ടത്. അപ്പോൾ ഉടനെ ഭർത്താവിനോട് പറഞ്ഞു, ആ കമ്പിളി പുതപ്പിൻ്റെ ഭാണ്ഡമില്ലേ, കെട്ടില്ലേ, അതൊന്ന് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരുന്നു.
അപ്പം ഭർത്താവ് അതിനു വേണ്ടി അവിടെ വേഗം നദിയിൽ ചാടി ആ കമ്പിളി പുതപ്പ് ഭാണ്ഡത്തെ പിടിച്ചു. കുറേ ഒഴുകിപ്പോയി. പക്ഷേ ഭർത്താവ് തിരിച്ചു വരാതിരിക്കുന്ന കാണുമ്പം ഉറക്കം നിലവിളിച്ച് ഇവിടുന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, കമ്പിളിപ്പതപ്പ് വേണ്ട, നിങ്ങളെങ്കിലും തിരിച്ചു വരൂ, കമ്പിളിപ്പതപ്പ് വേണ്ട എന്ന്. അപ്പോൾ ഭർത്താവ് പറയാണ്, ഞാൻ അങ്ങോട്ട് വരാൻ എന്നെ കമ്പിളിപ്പതപ്പ് വിടുന്നില്ല എന്ന്. നോക്കൂ, ഒരു പ്രാരാബ്ധം നോക്കൂ. ഒരു കമ്പിളിപ്പതപ്പിന് വേണ്ടിയിട്ട് ആ കെട്ടാണെന്ന് തെറ്റിദ്ധരിച്ച് ആ കമ്പിളിപ്പതപ്പിന് വേണ്ടിയിട്ട് പോയി ചാടി വീണത് ഒരു കരടിയുടെ കയ്യിലാണ്. അത് ഇയാളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, കരടി വിടുന്നില്ല. അടുത്ത് വന്നൊരു പ്രാരാബ്ധം. ഇതാണ് നാമൊക്കെ വാസ്തവത്തിൽ ഇതാണ് നമ്മളെല്ലാം കമ്പിളിക്കെട്ട് പിടിച്ചവരാണ്. അത് നമ്മെ കൊണ്ട് പോവുകയാണ്. നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും ആശ്വാസത്തിനുമാണ് ഇത്തരം ബുദ്ധിമുട്ടിൽ ചെന്ന് വീഴുന്നത്. പ്രാരാബ്ധത്തിൽ നിന്ന് മോചനത്തിന് പോയത് തിരിച്ചടിയാകുന്ന അനുഭവമാണ്. പ്രതീക്ഷിക്കുന്നതൊക്കെ മാറുന്നു. ഓരോ ഇന്ദ്രിയങ്ങളും നമ്മെ വ്യത്യസ്ത വഴിയിലേക്ക് വലിക്കുമ്പോൾ മനസ്സ് സമ്മർദ്ദം അനുഭവിക്കുന്നു. മനോരോഗികൾ വർദ്ധിക്കുന്നു. ഉറക്കമില്ലാതെ അവസ്ഥയുണ്ടാകുന്നു. ആത്മപ്രതിമയേഴും കരണപ്രവീണ നാളും. ആത്മാവ് രഥത്തിലെ സഞ്ചാരിയാണ്. മനസ്സ് ഇത്രയും പ്രാരാബ്ധത്തിൽ കഴിയുമ്പോൾ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ്? ഒരാത്മസുഖവും ആസ്വദിക്കാൻ മനസ്സിനാവുന്നില്ല. മറിച്ച് ഒരേ ദിശയിൽ പോകുന്ന തേരിലിരിക്കുന്ന ശാന്തമായ ആത്മാവിന് എന്തൊരാനന്ദം! ആത്മാവിനെ അനുഭവിക്കാൻ വ്യക്തിക്കും ലോകത്തിനും പറ്റും. ആനന്ദം അനുഭവിക്കാൻ പറ്റും. ഗുരുവിനെ പോലെയുള്ളവർ ഓരോ ഇന്ദ്രിയങ്ങളെയും അടക്കി മനസ്സ് ആത്മാവിൽ സ്ഥിതി ചെയ്ത് ആത്മപ്രകാശം ലോകത്ത് ചൊരിഞ്ഞവരാണ്. അതുകൊണ്ടാണ് ലോകോദ്ധാരണത്തിനുതകുന്ന ആദർശങ്ങളും സേവനങ്ങളും സദ്ഗുരുക്കന്മാരിൽ നിന്ന് ഉദ്ഭവിക്കുന്നത്. ദേശത്തിനും കാലത്തിനും അതീതമാണ് അവരുടെ ചിന്തകൾ, ആശയങ്ങൾ, ദർശനങ്ങൾ. മനസ്സില്ലാതെ അമനീഭാവത്തിലെത്തിയ അവരുടെ ആത്മപ്രകാശം വിശ്വം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. അവർ ലോകത്തിലെ സകല ചരാചരങ്ങൾക്കും ഗുണകരമാണ്. ഇങ്ങനെ ആത്മാവിൻ്റെ വ്യക്തത നമുക്ക് മനസ്സിലാക്കാം. എപ്പോൾ 5 കുതിരകളെ പൂട്ടിയ രഥമാകുന്ന മനസ്സ് പല ദിശയും സഞ്ചരിച്ചാൽ മനസ്സ് സങ്കീർണമാകുന്നു. ആത്മാവിനെ അറിയുന്നുമില്ല. സദ്ഗുരുക്കന്മാരായ ശ്രീരാമനും ശ്രീകൃഷ്ണൻ തൊട്ടിട്ട് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, ഇന്നുള്ള അമൃതാനന്ദമയി ദേവി വരെ ഉള്ള എല്ലാ സദ്ഗുരുക്കന്മാരും ആത്മാവിൻ്റെ വ്യക്തതയിൽ ലോകസേവനം ചെയ്തുകൊണ്ട് ജീവിച്ചവരാണ്, ജീവിക്കുന്നവരാണ്. മനസ്സിന് ശാന്തത ഉണ്ടാവണമെങ്കിൽ കുതിരകളെ നിയന്ത്രിച്ച് മനസ്സിനെ ശാന്തമാക്കിയാൽ ആത്മബോധം തെളിയും. അതിനാണ് നാം ആത്മോപദേശ ശതകം പഠിക്കുന്നത്. രതിരഥമേറി സുഖമാകുന്ന തേരിൽ കയറി സുഖമുണ്ടാകുന്ന ഐന്ദ്രിക സംവേദനകൾ. സുഖം തേടി അലയുന്ന നാം ആധ്യാത്മികമായാലും നമുക്ക് ആധ്യാത്മികതയിലും ഒരു സുഖമുണ്ട്. ജീവിത ലക്ഷ്യമുണ്ടെങ്കിൽ വിഷയസുഖത്തെ അത്ര വിലമതിക്കില്ല. അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ. വിഷയസുഖം തേടി ഈ ഇന്ദ്രിയങ്ങൾ വഴി നമുക്ക് ദുഃഖമാണ് കിട്ടുന്നത്. നിത്യമായ ആനന്ദത്തിലേക്ക് ഈ രഥം കൊണ്ടുപോകുന്നില്ല, നമ്മെ ദുഃഖസാഗരത്തിലേക്കാണ് എത്തിക്കുന്നത്. ഈ അറിവ് രക്ഷിതാക്കൾക്കുണ്ടായാൽ അവർ കുട്ടികളെ ആ വഴി കൊണ്ടുപോകില്ല. ഗുരു ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയപ്പോൾ സൈദ്ധാന്തികന്മാരും അദ്വൈതവാദികളും ഗുരുവിനോട് വാദിച്ചിരുന്നു. ഗുരു പറഞ്ഞു, ക്ഷേത്രം നമ്മളിൽ ഒരു നിഷ്ഠയും വ്യവസ്ഥയും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു വ്യവസ്ഥാപിത ജീവിത രീതി ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും. രതിരഥത്തെ തിരിച്ചറിയണം. മുതിർന്നവർ ഇതറിഞ്ഞ് അനുവർത്തിച്ചാൽ കുട്ടികൾ അനുകരിക്കും. സുഖത്തിനു വേണ്ടി പുറത്തേക്ക് അലയുന്നതിന് പകരം അകത്തേക്ക് സുഖമന്വേഷിക്കുന്ന ഒരു അന്വേഷണ രീതി നാം അനുവർത്തിക്കണമെന്ന് ഉള്ള ഒരു സന്ദേശമാണ് ഈ ശ്ലോകം നമുക്ക് തരുന്നത്. അതായത് സുഖത്തിനു വേണ്ടി പുറത്തേക്ക് അലയുന്നതിന് പകരം അകത്തേക്ക് സുഖമന്വേഷിക്കുന്ന ഒരു അന്വേഷണ രീതി നാം അനുവർത്തിക്കണം. ഇതാണ്
ഈ ശ്ലോകം തരുന്ന സന്ദേശം. അഹന്ത രമ്യരൂപം പ്രതി പുറമേ പെരുമാറിടുന്ന ജഷം. രമിപ്പിക്കുന്ന രൂപം പ്രതി നാം വ്യാപൃതമാകുന്നു. രമ്യരൂപത്തിലേക്ക് മനസ്സിനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. എന്താണ് നാം ചെയ്യേണ്ടത്? രമ്യരൂപ വിഷയങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മനസ്സ് പിൻവലിച്ച് ഇന്ദ്രിയങ്ങൾ ഉള്ളടക്കി എല്ലാ ദിവസവും കുറച്ചു നേരം കണ്ണടച്ച് ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കാം, സന്ദർഭങ്ങളിൽ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഉള്ളിലേക്ക് വലിഞ്ഞാൽ മനസ്സിലാക്കാം, ഉള്ളിലാണ് ആനന്ദമെന്ന്. ഉള്ളിൽ നിന്ന് സുഖം അനുഭവിക്കാനുള്ളൊരു പരിശീലനം ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ രമ്യരൂപ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പുറത്തേക്കുള്ള അലച്ചൽ നിർത്താമായിരുന്നു. സുഖം നമ്മിൽ തന്നെയാണ്. ആത്മാനുസന്ധാനമാണ് ഭക്തി. പുറമേ കണ്ട ഈശ്വരനെ അകമേ കാണാൻ ക്രമാനുഗതം പരിശീലിപ്പിക്കുകയാണ് ഗുരു. ഗുരുവിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠ അത്തരത്തിലായിരുന്നു. വിഗ്രഹത്തിൽ തുടങ്ങി വിഗ്രഹമില്ലായ്മയിലേക്ക് എത്തണം. വിശ്വാസത്തിൽ നിന്ന് അറിവിലേക്ക് എത്തണം. ഈ ക്രമാനുഗത വളർച്ച നമ്മിൽ ഉണ്ടാകണം. അന്തർമുഖമായി ആത്മാന്വേഷണം നമുക്ക് സുഖമുണ്ടാക്കും. സ്വർഗരാജ്യം എന്നിലുള്ള സുഖമാണ്. അകത്തു നിന്നുള്ള ആനന്ദമാണ് സ്വർഗരാജ്യം. മനസ്സിനെ ഉള്ളിലേക്ക് വലിക്കണം. രമ്യരൂപം പ്രതി അകമേ പെരുമാറാൻ പരിശീലിപ്പിക്കണം. അകത്തുനിന്ന് ആനന്ദം കണ്ടെത്തുന്ന ഒരു ജീവിതശൈലി നാം കണ്ടെത്തേണ്ടതുണ്ട്. സ്വന്തം ഉണ്മയിലേക്ക് മനസ്സ് തിരിച്ച് ആത്മാവിനെ അന്വേഷിക്കുന്ന ഭക്തിയിലേക്ക് തിരിച്ച് ഉള്ളിൽ നിന്ന് ആനന്ദം കണ്ടെത്താൻ ആത്മോപദേശ ശതകം നമ്മെ സഹായിക്കട്ടെ. അതിന് ഗുരുവിൻ്റെ കൃപയും ഉണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.